എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 35 എന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തിൽ മനോഹരമായ ഒരു അധ്യായമാണ്. ഗോപികായുഗള ഗീതം എന്നാണ് ഈ അധ്യായത്തിന് പറയുന്നത്. 2 ഗോപസ്ത്രീകൾ കൂടിയിട്ട് വർണ്ണിക്കുന്നതാണ്. കൃഷ്ണൻ വനത്തിലേക്ക് പോയിരിക്കുമ്പോൾ ഗോപികൾക്കുണ്ടായ ആ വിയോഗ ദുഃഖത്തെ ആണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഭഗവാൻ പകൽ സമയത്ത് പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ ആ ഗോപികളുടെ മനസ്സും കൃഷ്ണന്റെ പിന്നാലെ ഇങ്ങനെ പോകും. രാത്രിയില് ഭഗവാൻ അവരുടെ കൂടെ കളിച്ച ആ നൂതന വിലാസ രാസലീലൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണനിൽ തന്നെ അവരുടെ മനസ്സ് ഉറച്ചു. അപ്പോൾ ഭഗവാനോട് വേറിട്ടിരിക്കുമ്പോഴോ ആ വിരഹം അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള അസഹ്യ ദുഃഖം അവർക്കുണ്ടായി. അങ്ങനെ അവര് ആ ഭഗവാൻ ചെയ്ത ആ ബഹുവിധ ലീലകള് അവര് കീർത്തനം ചെയ്തിട്ട് പകല് മുഴുവൻ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ ഈ 2 ശ്ലോകം ഓരോരോ ഗോപികള് പാടുന്നതാ. 2 ശ്ലോകം കൂടുമ്പോഴാണ് അതിന്റെ മുഴുവൻ അർത്ഥം വരുള്ളൂ. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ആ സൂക്ഷ്മ നിരീക്ഷണമായിട്ടുള്ള ആ സഗുണ ധ്യാന മർമ്മത്തെ വെളിപ്പെടുത്തുകയാണ് അവരുടെ ആ വർണ്ണനയില്. എല്ലാ യുഗളത്തിലെയും ആദ്യത്തെ ശ്ലോകം ധ്യാനത്തിന് പറ്റിയതാണ്. ചിത്തചാഞ്ചല്യത്തെ ജയിക്കാനുള്ള ഈ അഭ്യാസത്തില് ജയിച്ചവർക്കല്ലാതെ വിഷയസമ്പർക്കം കൂടാതെ ഉണ്ടാവുന്ന ആനന്ദ അനുഭൂതി ഉണ്ടാവാൻ പ്രയാസമാണ്. അവർക്ക് അത് ആ സിദ്ധകളായിട്ടുള്ള ഭഗവത് ഭക്തകൾ മുഖാന്തരം ശ്രീശുക ബ്രഹ്മർഷി ഭക്തകോടികൾക്ക്, അതായത് നമ്മളെ പോലെയുള്ളവർക്ക്, നമ്മളെ ഭഗവാനുള്ള ഭക്തി വേണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇതെല്ലാം കേൾക്കണത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കി ധ്യാനിക്കുകയാണെങ്കിൽ, മനസ്സിരുത്തി ധ്യാനിച്ചാൽ ഗോപികളുടെ നിലയിലെത്തും എന്ന് അത്രയും മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഓരോ അംഗത്തെയും കുറിച്ചെങ്ങനെ ആ ഗോപസ്ത്രീകള് വർണ്ണിക്കണത് കേട്ട് അതിൽ തന്നെ അവരുടെ മനസ്സ് അതിൽ മാത്രമേ ഉള്ളൂ, ഉറച്ചിരിക്കുകയാണ്. എപ്പോഴും അവര് അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണല്ലോ ആ ഗോപസ്ത്രീകൾ സിദ്ധകളായത്. അതുപോലെ നമുക്കും സാധിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെ ഗോപസ്ത്രീകളെ പോലെ ആ നിലയിൽ നമുക്ക് എത്താൻ സാധിക്കും എന്നാണ്. അതുപോലെ മനസ്സിരുത്തി തന്നെ ധ്യാനിച്ച് കേൾക്കണം ഈ യുഗളഗീതം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ പഞ്ചത്രിംശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഗോപ്യ കൃഷ്ണേ വനം യാതെ തമനുദ്രുതചേതസ കൃഷ്ണലീലാ പ്രഗായന്ത്യോ നിന്യുർദുഃഖേന വാസരാൻ. പശുക്കളെ മേച്ചുകൊണ്ട് രാവിലെ തന്നെ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സും ഭഗവാന്റെ കൂടെ തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ രാത്രിയിൽ ഒന്നിച്ചു കഴിഞ്ഞ് അതിങ്ങനെ ഓർത്ത് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവര് കഴിയുമ്പോൾ ഭഗവാനെ പിന്നെ വേർപിരിയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റണില്ല, ആ വിരഹം. അപ്പൊ ശ്രീകൃഷ്ണൻ ചെയ്ത ആ പലവിധ ലീലകള് അവരിങ്ങനെ ഒരു കീർത്തനമാക്കിയിട്ട് പാട്ടായിട്ട് തന്നെ പാടിക്കൊണ്ട് പകൽ സമയം മുഴുവൻ കഴിച്ചു കൂട്ടുന്നു. കൃഷ്ണലീലാ പ്രഗായന്ത്യോ. കൃഷ്ണലീലകൾ തന്നെ പാടി അവരുടെ പകല് മുഴുവൻ കഴിച്ചു കൂട്ടുന്നു. ഗോപ്യൗചു
വാമബാഹുകൃതവാമകപോലോ വൽക്കിത ഭ്രു അധരാർപ്പിതവേണു കോമളാങ്കുലിഭി ആശ്രിതമാർഗം ഗോപ്യൈരയതി യത്ര മുകുന്ദ. രണ്ട് ശ്ലോകം ഒന്നായിട്ട് ചേർന്നിട്ട് ഓരോ വാക്യങ്ങളാവുള്ളൂ. അപ്പൊ ഭഗവാൻ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി മടങ്ങി ആ ഗോകുലത്തിൽ എത്തുന്നവരെ ചെയ്യണ ലീലകളെ കുറിച്ചാണ് അവര് പാടണത്. എന്നാലും ആ ലീലകളെ എങ്ങനെയെങ്കിലും ഒന്നും അല്ല അവര് വർണ്ണിക്കണത്. പുറപ്പെട്ടു പോകുമ്പോ ആ വഴി കൂടി എന്തെല്ലാം ചെയ്തുകൊണ്ട് പോകണു, അങ്ങനെയുള്ള അനുഭവം ആ ഗോപികൾക്കുണ്ടോ, ആ ക്രമം അനുസരിച്ചാണ് അവര് അങ്ങനെ ഗാനം ചെയ്യണത്. അപ്പൊ ഈ രണ്ട് ശ്ലോകം ഓരോ വാക്യം, അതാണ് യുഗളഗീതം എന്നതിന് പറയുന്നത്. പുറപ്പെട്ടു പോകുമ്പോ വഴിമധ്യേ ചെയ്യണത് ആ വേണുഗാനത്തെയും പിന്നെ സന്ധ്യാസമയത്തില് ഇടത്ത് കൈയിൽ മുഖം വെച്ച് നിൽക്കുന്ന നിൽപ്പിനെയും കണ്ടുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ദേവസ്ത്രീകളുടെ ചേഷ്ടകളെ ഒരു ഗോപി മറ്റുള്ളവരോട് പറയാണ് ഈ ശ്ലോകത്തിൽ. അതാ, ഹേ ഗോപികളെ, നിങ്ങളൊന്ന് കേൾക്കൂ ഇത് ഞാൻ പറയണത്. ഇടത്തെ കൈത്തലത്തില് ഇടത്തെ കവിൾത്തടങ്ങനെ വെച്ചോണ്ട് ആ പുരികക്കൊടികള് ഏറ്റവും ഭംഗിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണ കൃഷ്ണൻ, കണ്ണന്റെ അധരത്തിന്റെ അഗ്രത്തിൽ വെച്ചിരിക്കുന്ന ആ വേണു ഉണ്ടല്ലോ, ആ വേണുവിന്റെ സപ്തസ്വര മാർഗങ്ങളായ ദ്വാരങ്ങള്, ആ മൃദുക്കളായ കൈവിരലുകളുണ്ട് അടച്ചും തുറന്നും കൊണ്ട് എപ്പോ ഗാനം ചെയ്യുന്നുവോ എന്ന് പറയുന്നു ഈ ശ്ലോകത്തില്. ബാക്കിയുള്ളത് അടുത്ത ശ്ലോകത്തിലാ. വ്യോമയാന വനിതാ സഹസിത്തേ വിസ്മിതാസ്തദുപധാര്യ സലജ്ജാഃ കാമമാർഗണ സമർപ്പിത ചിത്ത കശ്മലം യയു അപസ്മൃതനീവ്യ. ആ മൃദുലമായ വിരലുകൾ കൊണ്ട് ആ വേണുവിന്റെ ആ ദ്വാരങ്ങളെ അടച്ചും തുറന്നും കൊണ്ട് എപ്പോ ഗാനം ചെയ്യുന്നുവോ അപ്പോ തന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരോട് ഒരുമിച്ച് വിമാനത്തിൽ നിൽക്കുന്ന ആ ഗന്ധർവ സ്ത്രീകളുണ്ടല്ലോ, ഭഗവാൻ ചെയ്യുന്ന വേണുഗാനം കേട്ട് അവരിങ്ങനെ ആശ്ചര്യപ്പെട്ടു. ഗന്ധർവന്മാരോട് ഒരുമിച്ച് പോവായിരുന്നു ആ ഗന്ധർവ സ്ത്രീകള്. അവര് പിന്നെ ക്രമേണ അവരുടെ മനസ്സിൽ കാമവികാരങ്ങളുണ്ടായി. മന്മഥവീട സഹിക്കാൻ വയ്യാതെ ആയപ്പോ അവരുടെ വസ്ത്രങ്ങൾ താനെ അഴിഞ്ഞു വീണു തുടങ്ങി. ഒന്നിനെ അവര് അറിയണില്ല. അപ്പൊ അവർക്ക് തന്നെ നാണായി, ലജ്ജിച്ചു തുടങ്ങി അവര് തന്നെ. അങ്ങനെ പിന്നെയും വേണുഗാനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ അവര് അതിലങ്ങോട്ട് മുഴുകി ആ ഗന്ധർവ സ്ത്രീകള്. എന്നിട്ടോ ആ ദേവികള് ഭർത്താവിന്റെ സന്നിധാനത്തിൽ തന്നെ മോഹയുക്തകളായിട്ട് അങ്ങോട്ട് വീണു. അവര് ബോധം കെട്ട് വീണു വേണുഗാനത്തിന്റെ ആ ലഹരിയില്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ശ്രീകൃഷ്ണന്റെ വിരഹത്തെ നമ്മൾ എങ്ങനെ സഹിക്കുക എന്ന് പറയണു ആ ഗോപസ്ത്രീ. അപ്പൊ അടുത്ത ഗോപസ്ത്രീ പറയാണ്, ഈ വേണുഗാന ശ്രവണത്തില് ആ ദേവികളെ മോഹിച്ചാലൊന്നും ഒരു ആശ്ചര്യമില്ല. ഹന്ത ചിത്രമബലാ ശൃണുതേദം ഹാരഹാസൗരസി സ്ഥിരവിദ്യുൽ നന്ദസൂനു അയമാർത്തജനാനാം നർമ്മദോയർഹി യൂജിത വേണു. അവര് അതിലൊന്നും മോഹിച്ചാലും ഒരു അത്ഭുതമില്ല കേട്ടോ. അതിനേക്കാളും ആശ്ചര്യമായിട്ടുള്ള സംഗതി ഞാൻ പറയാം എന്ന് പറയാണ് ആ ഗോപസ്ത്രീ. ഹേ സഖികളെ, അത്യന്തം ആശ്ചര്യകരമായ ഈ സംഗതി നിങ്ങൾ കേട്ടോളൂ. ഓടക്കുഴൽ വായിക്കാൻ ഭാവിച്ച് ആ കുഴലെടുത്ത് ഇങ്ങനെ ചുണ്ടിൽ വെച്ച് മുഖം അല്പം കീഴ്പോട്ട് താഴ്ത്തി കഴുത്തിൽ ധരിച്ചിരുന്ന ആ മുത്തുമാലയിൽ വ്യാപിക്കത്തക്ക വിധം മന്ദഹാസം ചെയ്തും ഇളക്കമില്ലാത്ത മിന്നൽ എന്ന പോലെ ശോഭിക്കുന്ന മഹാലക്ഷ്മിയെ മാറി ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ നന്ദകുമാരൻ ദുഃഖിതകളായ നമ്മളെ ആനന്ദിപ്പിക്കാനായി എപ്പോ ഓടക്കുഴൽ ഊതി തുടങ്ങുന്നുവോ. ബാക്കിയുള്ളത് അടുത്ത ശ്ലോകത്തില്. വൃന്ദശോ വ്രജവൃഷാ മൃഗഗാവോ വേണുവാദ്യഹൃതചേതസ ആരാൽ ദന്തദഷ്ടകവളാധൃതകർണ നിദ്രിതാലിഖിത ചിത്രമിവാസൻ. എപ്പോ നമ്മളെ ആനന്ദിപ്പിക്കാനായിട്ട് ആ കണ്ണൻ ഓടക്കുഴൽ ഊതി തുടങ്ങുന്നുവോ അപ്പോ ആ ഗോകുലത്തിലെ കാളകള്, മൃഗങ്ങള്, പശുക്കള്
ഇവയെല്ലാം ആ വേണുഗാനം ദൂരത്തിൽ നിന്ന് തന്നെ അങ്ങട് കേൾക്കണം. ആ അത് ഇവരൊക്കെ ആ വേണുഗാനം കേൾക്കുമ്പോ അവരുടെ മനസ്സുകള് ആ സ്വരത്തിന്റെ മാധുര്യം കൊണ്ട് അവരിങ്ങനെ അനങ്ങാതെ ഒരു പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കും. അവര് കടിച്ചെടുത്ത് വായിൽ നിറച്ച പുല്ലുകളെ ചവച്ചിറക്കാൻ പോലും അവർക്ക് സാധിക്കണില്ല. ആ കാതുകൾ ഇങ്ങനെ കൂർപ്പിച്ചു പിടിച്ച് കണ്ണുകൾ അടച്ച് ഒന്നും ചെയ്യാതെ യാതൊന്നും പ്രവർത്തിക്കാതെ ചിത്രത്തിൽ എഴുതപ്പെട്ട മൃഗങ്ങൾ എന്ന പോലെ സംഘമായിട്ട് ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചിത്രങ്ങളെ പോലെ വരച്ച വെച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഗാനമാധുര്യം അറിഞ്ഞ് ആനന്ദിക്കാൻ അധികാരികളല്ലാത്ത മൃഗങ്ങൾ കൂടി ഈ കണ്ണന്റെ വേണുഗാന ശ്രവണത്താൽ ഇങ്ങനെ ആനന്ദിപ്പിക്കുമ്പോൾ ആ ദേവികളുടെ മോഹം ആശ്ചര്യമാണോ? പറയൂ നിങ്ങൾ. ഇങ്ങനെ തിര്യക്ക് ജന്തുക്കളെ കൂടി വേണുഗാനത്താൽ മോഹിപ്പിക്കുന്ന ആ നന്ദകുമാരന്റെ വിയോഗത്തെ നമ്മൾ എങ്ങനെയാ സഹിക്കണം സഖികളെ എന്ന് പറയുന്നു. അവര് പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.